വഖഫ് സ്വത്തുക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്നും വഖഫ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്നും അറിയാമോ? നമുക്ക് പരിശോധിക്കാം. വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസാക്കിയിട്ടുണ്ട്. ഒരു സർക്കാർ ഇതര സംഘടന എന്ന നിലയിൽ വഖഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയും സ്വത്തും കൈവശം ഉള്ളത് വഖഫിനാണ്. ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും വേറിട്ട് നിൽക്കുന്ന നഗരമാണ് ഹൈദരാബാദ്. ഇന്ത്യയുടെ വഖഫ് തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹൈദരാബാദാണ്. ഈ നഗരത്തിൽ ഏകദേശം 77,000 വഖഫ് സ്വത്തുക്കളാണുള്ളത്. ഇത് രാജ്യത്തെ മൊത്തം വഖഫ് സ്വത്തുക്കളുടെ 30% വരും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 400 വർഷം പഴക്കമുള്ള മക്ക മസ്ജിദ്, ചാർമിനാറിനു ചുറ്റുമുള്ള കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന വാണിജ്യ കടകൾ, ഡക്കാൻ മേഖലയിലെ നിസാമുകൾ ദാനം ചെയ്ത ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എന്നിവ ഇവിടുത്തെ പ്രധാന സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വഖഫ് ബോർഡ് തെലങ്കാനയിലെ വഖഫ് ബോർഡാണ്. തെലങ്കാനയും ആന്ധ്രാപ്രദേശും ചേർന്ന് 1.2 ലക്ഷം വഖഫ് സ്വത്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രദ്ധേയമായ സ്വത്തുക്കളിൽ കുർണൂലിലെ 200 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ കടപ്പയിലെയും അനന്തപുരിയിലെയും കൃഷിയോഗ്യമായ ഭൂമി എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. തെലങ്കാന വഖഫ് ബോർഡിന്റെ വാർഷിക വരുമാനം കേട്ട് ആരും ഞെട്ടരുത്. 500 കോടിയാണിത്. വാടകയിൽ നിന്നും സംഭാവനകളിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശിലെ വഖഫ് ഭൂമിയുടെ 85% ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയണ്ടേ? വഖഫ് സ്വത്തുക്കളുടെ എണ്ണത്തിൽ 1.5 ലക്ഷം സ്വത്തുക്കളുമായി ഉത്തർപ്രദേശാണ് 1-ാം സ്ഥാനത്ത്. ഇത് രാജ്യത്തിന്റെ ആകെ സ്വത്തിന്റെ 20%-ലധികമാണ്. എന്നിരുന്നാലും മൊത്തം സ്വത്ത് മൂല്യത്തിന്റെ കാര്യത്തിൽ ഇത് 2-ാം സ്ഥാനത്താണ്.